ഇന്ന് തേഴ്സ്ഡേ മോർണിംഗ്. എല്ലാവരും എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ അയൺ ചെയ്ത് വെച്ചു. എന്തിനാന്ന് വെച്ചാൽ ഇന്നൊരു കല്യാണമുണ്ട്. അതും ആലപ്പുഴയിൽ വെച്ചിട്ട്. ഈ പോകാൻ നേരത്ത് ബഹളം കൂട്ടി വെപ്രാളപ്പെടുന്നത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പതുക്കെ പതുക്കെ സൈലൻ്റായിട്ട് ചെയ്തു വെക്കും. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം കടലക്കറിയായിരുന്നു. അത് നേരത്തെ ഉണ്ടാക്കി. കാരണം 8 മണിക്ക് നമുക്ക് ഇവിടുന്ന് ഇറങ്ങാമെന്ന് തീരുമാനിച്ചായിരുന്നു. രാവിലത്തെ യാത്രയായതുകൊണ്ട് അവർക്കൊരു വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ ഫുഡൊക്കെ കൊടുത്ത് സെറ്റാക്കി വണ്ടിക്കകത്ത് കയറ്റി. എന്നാലും ഇവരല്ലേ വിശക്കുന്നൊക്കെ ഇടയ്ക്ക് പറയും. അതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെയാണ് നമ്മൾ ഇറങ്ങുന്നത്. കല്യാണ സമയം എന്ന് പറയുന്നത് 11:30-നും 12:00-നും ഇടയ്ക്കാണെങ്കിലും നമുക്ക് അവിടെ എത്തണമെങ്കിൽ അരൂർ മുതൽ തുറവൂർ വരെ നല്ല ബ്ലോക്ക് ആയിരിക്കുമല്ലോ. അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്താണ് ഈ ടൈം നോക്കിയത്. ഇന്നത്തെ കല്യാണത്തിന് പോക്ക് നമ്മൾ മാത്രമല്ല കേട്ടോ, സ്മേരയും ഫാമിലിയും ഉണ്ട്. നമ്മളെല്ലാവരും കൂടെ പലയിടത്തും പോയിട്ടുണ്ടെങ്കിലും കല്യാണത്തിന് പോകുന്ന ഇത് ആദ്യമായിട്ടാണ്. കോഴിക്കോട്ടുകാരെ നമ്മൾ ആലപ്പുഴക്കാരുടെ കല്യാണം കാണിക്കുന്നതിൻ്റെ ഒരു ത്രില്ലിലാണ്. ആലപ്പുഴയിൽ തോട്ടപ്പള്ളിക്കും പുറക്കാടിനും ഇടയ്ക്കായിട്ട് ഹൈവേയിൽ തന്നെ ലെഫ്റ്റ് സൈഡിൽ പുന്തല ദേവി ക്ഷേത്രത്തിൽ വെച്ചാണ് കല്യാണം. ഒരു സൈഡിൽ കടലും ലെഫ്റ്റ് സൈഡിൽ അമ്പലമാണ്. ഇവിടെ അടുത്ത് പുറക്കാട് SNM ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു ഞാൻ +2 പഠിച്ചത്. സ്കൂൾ ബസ്സിൽ അങ്ങോട്ട് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് എൻ്റെ സീറ്റ്. അപ്പോൾ കടൽ കണ്ടിട്ടാണ് പോകുന്നത്. തിരിച്ച് വരുമ്പോൾ ഇപ്പുറത്തെ സൈഡിലുള്ള കിഴക്കേ സൈഡിലുള്ള കാഴ്ചകളായിരുന്നു ഞാൻ സ്ഥിരം കണ്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ട് എനിക്കിവിടെയൊക്കെ നന്നായിട്ട് അറിയാം. കല്യാണം വിളി വന്നപ്പോഴേ ഞാൻ പറഞ്ഞു മിയോട്, അമ്മ പഠിച്ച സ്കൂളിനടുത്താണ് കല്യാണം. അതുകൊണ്ട് കല്യാണത്തിന് അമ്മയുടെ ഏതെങ്കിലും ഒരു ഫ്രണ്ടിനെ നിനക്ക് മീറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. അമ്പലത്തിൽ കൺസ്ട്രക്ഷൻ വർക്കൊക്കെ നടക്കുന്നതുകൊണ്ട് നല്ല പൊക്കത്തിൽ വെച്ചിട്ടായിരുന്നു കല്യാണം. ഞങ്ങൾ താഴെ നിന്നു. ഞാൻ മിയോട് പറഞ്ഞു വിട്ട് തന്നെ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ പറ്റി, സ്റ്റെഫിയെ. ഒരു ക്ലാസ് അല്ലെങ്കിലും നമ്മൾ സെയിം ബാച്ച് ആയിരുന്നു. നമ്മൾ NSS യൂണിറ്റിലൊക്കെ ഒരുമിച്ചുണ്ടായിരുന്നു. എന്തായാലും കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ഫസ്റ്റ് പന്തിയിൽ ഉണ്ണാൻ കയറി. ഞാനിങ്ങനെ പറഞ്ഞ് സ്മേരെ കൊതിപ്പിച്ച് വെച്ച ഒരു കാര്യമാണ് നമ്മുടെ നാട്ടിലെ കല്യാണ സദ്യ. അത് കേട്ട് സ്മേര ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് കഴിക്കാനിരുന്നത്. സമയം 12:30. ഫസ്റ്റ് പന്തി. ആളുകളെല്ലാം വിശന്നിരിക്കുക. അപ്പം നമ്മൾ പെട്ടെന്ന് കഴിച്ചിറങ്ങണം. അതാണല്ലോ നമ്മുടെ കല്യാണ സദ്യയുടെ ഒരു രീതി. അമ്പലപ്പുഴ മുതൽ ഏകദേശം കായംകുളം ഓച്ചിറ സൈഡ് വരെ നമ്മുടെ നാട്ടിലെ സദ്യയുടെ ടേസ്റ്റ് ഒരുപോലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിലെടുത്തു പറയേണ്ട സംഗതി അവിയലാണ്. അത്രയും രുചി എനിക്ക് വേറെ ഒരു നാട്ടിൽ ചെന്നാലും അവിയലിന് തോന്നിയിട്ടില്ല. ചിപ്സിൽ തുടങ്ങിയിട്ട് പച്ചമോറിൽ അവസാനിക്കുന്ന സദ്യയാണല്ലോ നമ്മുടേത്. അടിപൊളിയായിരുന്നു. കുറച്ച് അവിയൽ വിശേഷം പറയട്ടെ. ഒരു ദിവസം സ്മേര എനിക്ക് ഒരു കറി കൊണ്ടു തന്നു. ഞാൻ കഴിച്ചിട്ട് ചോദിച്ചത് എന്ത് കറിയാടാ? നല്ല പുളി നല്ല കയ്പ്പ്. അപ്പോൾ പറഞ്ഞു ഇത് അവിയലാണ്. ഞാൻ ചോദിച്ചു എന്ത് അവിയൽ? അത് അവിയൽ. അപ്പോൾ അവരുടെ നാട്ടിലെ അവിയലിന് അവർ നന്നായിട്ട് തൈരും ചേർക്കും, നല്ല പുളിക്കുന്ന രീതിയിൽ. പിന്നെ പാവയ്ക്കായും ചേർക്കും. നമുക്കത് ചിന്തിക്കാൻ പോലും പറ്റത്തില്ലല്ലോ. അപ്പോൾ എൻ്റെ അവിയൽ കഴിച്ചിട്ട് സ്മേരയ്ക്കും ഇതാണോ അവിയൽ? ഓരോ നാട്ടിലും ഓരോ രുചിയാണല്ലോ. കല്യാണം നമ്മുടെ നാട്ടിലാണല്ലോ. അതുകൊണ്ട് ഫംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഏട്ടായുടെ വീട്ടിൽ വന്നു. അവിടെ വന്ന് പിള്ളേർ കുറച്ച് നേരം കളിച്ചു ഓടി നടന്നൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ എൻ്റെ വീട്ടിലേക്കാണ് പോയത്. ഇതെല്ലാം തൊട്ടടുത്ത സ്ഥലങ്ങളാണല്ലോ. ആദ്യമൊക്കെ എല്ലാ ആഴ്ചകളിലും ഞങ്ങൾ നാട്ടിൽ 2 വീടുകളിലും പോകുമായിരുന്നു. പക്ഷേ പിള്ളേർ സ്കൂളിലാക്കിയതിന് ശേഷം ഇവർക്ക് ഒന്ന് നാട്ടിൽ പോയിട്ട് വരുമ്പം ചിലപ്പോൾ പനി, തുമ്മൽ, ചീറ്റിലൊക്കെ വരാറുള്ളതുകൊണ്ട് ആ പോക്ക് കുറഞ്ഞു. എന്നാലും ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. പക്ഷേ അവർക്ക് നാടിനോട് അത്രയും പ്രിയം ഇല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. 3 മണിയായപ്പോൾ മുതൽ നല്ല മഴയായിരുന്നു. അങ്ങനെ എൻ്റെ വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ചു. കുറേ നേരം ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി. രാത്രി 8:30-9 മണിയൊക്കെ ആയപ്പോഴാണ് എറണാകുളം എത്തിയത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വിശേഷം. ബായ്.